സോ നമ്മൾ നേരത്തെ ലീത്തിൻ്റെ ബേസിക് സ്ട്രക്ചറിനൊക്കെ പറ്റി അതിൻ്റെ മെയിൻ കമ്പോണൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് അതിനെപ്പറ്റി അതിന് കുറച്ച് ഡെപ്തായിട്ട് അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അപ്പം ഇനി മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ബേസിക് ഫാക്ട്സ് അതിൻ്റെ ഫണ്ടമെൻ്റലും അതിൻ്റെ തിയറിയൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സാമിന് പഠിക്കുമ്പോൾ കോൺസെപ്റ്റ് അതെപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഓക്കെ, വെറുതെ കാണാൻ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്നല്ല ഓർക്കണമെന്നില്ല. കറക്റ്റ് അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഞങ്ങൾ തിയറി ടോപ്പിക്സ് വരുന്നതാണ്. തെർമൽ പോലോ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ സൈഡോ അതുപോലൊന്നുമല്ല. കുറച്ചൊക്കെ ഓർത്തിരിക്കണം. കൂടുതലും ഒരു മെമ്മറിയുടെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ കേസിലൊക്കെ വരും. അതിനൊരു പേരെന്താണ്, ഇതിൻ്റെ ഇത്ര എലമെൻറ്റിൻ്റെ കോമ്പോസിഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലേത്തിൻ്റെ പാർട്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ലേത്തിൻ്റെ ബേസ്. ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട ഏറ്റവും ലോവസ്റ്റ് ബോട്ടം പോർഷൻ ഓഫ് ലെയ്ത്താണ് ബേസ്. ഈ ബേസ്മെൻറ്റിൽ അതിൻ്റെ ഒരു ഹെവി ഫ്രെയിം പോലെ കാണും. പിന്നെ അത് ഡയറക്റ്റ് ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ ഏത് മെഷീനെ കാണും. അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് നല്ല തിക്ക് ഒരു സ്ട്രക്ചർ ആയിരിക്കും. അത് നേരെ ഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്യുക, ബോൾട്ട് ചെയ്ത് വെച്ചേക്കണം. ഈ ലോഡും മറ്റ് വൈബ്രേഷൻ ഒക്കെ വരുമ്പോൾ നേരെ അതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്. ഈ സെക്കൻഡ് പാർട്ടാണ് ബെഡ്, ലെയ്ത്ത് ബെഡ്. അപ്പോൾ ലെയ്ത്ത് ബെഡിൻ്റെ മെയിൻ പ്രത്യേകത വെച്ചാൽ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് കാസ്റ്റേൺ. അപ്പോൾ കാസ്റ്റേൺ ആണ് നമ്മൾ ലെയ്ത്ത് ബെഡിൻ്റെ സ്ട്രക്ചർ നിർമ്മാണത്തിനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മാസീവ് സ്ട്രക്ചർ ആയിരിക്കും കാസ്റ്റേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ കാസ്റ്റേൺ യൂസ് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ വിച്ച് ഹാസ് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആൻഡ് ആൾസോ വിസ്റ്റാൻഡ് വൈബ്രേഷൻസ്. ഓക്കെ, ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റലാണ് ഈ കാസ്റ്റേൺ. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ ഡിസൈന് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ചൂസ് ചെയ്തേക്കുന്നത്, ബെഡ് ഡിസൈനായിട്ട് എന്ത് ചൂസ് ചെയ്യുന്നത്, കാസ്റ്റേൺ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൈബ്രേഷൻ ഡാമിങ്, ഒരു വൈബ്രേഷൻ കപ്പാസിറ്റി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, വുഡ് ഡാമിങ് കപ്പാസിറ്റി, അതൊക്കെ എന്തിൻ്റെ പ്രത്യേകതയാണ്, ഈ കാസ്റ്റേണിൻ്റെ പ്രത്യേകതയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ കാസ്റ്റേൺ എന്തിനായിട്ട് ചൂസ് ചെയ്തേക്കുന്നത്, മറ്റ് മെറ്റീരിയൽസിനെ അപേക്ഷിച്ചിട്ട് ബെഡിനായിട്ട് നമ്മൾ പ്രത്യേകം ചൂസ് ചെയ്തേക്കുന്ന ഒരു മെറ്റീരിയലാണ് കാസ്റ്റേൺ, വിച്ച് ഹൗ ഹൈ കംപ്രസീവ് ആൻഡ് ഗുഡ് വൈബ്രേഷൻ ലോഡിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഗുഡ് ഡാമ്പിങ് കപ്പാസിറ്റി. ഒക്കെ വൈബ്രേഷൻ മറ്റ് ഷോക്ക് ലോഡ്സും ഒക്കെ സ്മൂത്തായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് എന്തിനുണ്ട്, കാസ്റ്റേണിനുണ്ട്. സോ അതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ, ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്. ഒരിക്കലും മറക്കല്, ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഓർത്തോണം. ഇനി ഈ ലെയ്ത്തിൻ്റെ ബെഡ് ബേസ് മെയിനായിട്ട് 3 കാറ്റഗറീസാണ് വരിക. ചിലതിലാണെങ്കിൽ ഫ്ലാറ്റ് ബെഡ് ബേസ്, ചിലതിലാണെങ്കിൽ വി ഷേപ്പ്, വി ഗ്രൂവ്സ് ഉള്ള ബെഡ് ബേസ്, അതിന് ചിലതിലാണെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ദീസ് 2. ഇപ്പോൾ ഇത്രയാണ് ബെഡ് ബേസ് വരിക. അപ്പോൾ അതിന് മെയിൻ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ കാസ്റ്റേൺ ആണ്. എന്തുകൊണ്ടാണ് കാസ്റ്റേൺ യൂസ് ചെയ്യുന്നത് ചോദിക്കുന്നത് വെച്ചാൽ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് എന്നുള്ളതാണ് അതിൻ്റെ എക്സാക്റ്റ്, അതിൻ്റെ ഗുഡ് ഡാമിങ് കപ്പാസിറ്റി എന്നുള്ളതാണ് അതിൻ്റെ എക്സാക്റ്റ് റീസൺ. ഓക്കെ, മൂന്നാമത്തെയാണ് ഹെഡ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ നേരെ ഡിസ്കസ് ചെയ്ത് ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, ടെയിൽ സ്റ്റോക്ക് ഉണ്ട്, അല്ല ഡെഡ് സെൻറ്റർ, ലൈഫ് സെൻറ്റർ എന്നുള്ള. അപ്പോൾ ഹെഡ് സ്റ്റോക്ക് ഒക്കെ വരുന്ന ഭാഗം ലൈഫ് സെൻറ്റർ ആണ്, മറ്റേ ഭാഗം എന്താണ്, ഡെഡ് സെൻറ്റർ. അപ്പോൾ ലൈഫ് സെൻറ്റർ വരാൻ കാരണം എന്താ, ഇറ്റ് ഹാസ് എ റൊട്ടേറ്റിംഗ് സ്പിൻഡിൽ ആൻഡ് ചക്ക്. അതൊരു ലെയ്ത്തിങ് പ്രോസസ് അല്ലെങ്കിൽ മെഷീനിങ് ഓപ്പറേഷനിൽ മെയിനായിട്ട് ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ റൊട്ടേഷന് വിധേയമാവുന്ന പോർഷൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഹെഡ് സ്റ്റോക്കിലെ പാർട്ടായിട്ടുള്ള ചക്കും സ്പിൻഡിലും ഒക്കെയാണ്. സോ അതുകൊണ്ടാണ് ലൈഫ് സെൻറ്റർ എന്ന് പറയുന്നത്. ഡെഡ് സെൻറ്റർ വരുന്ന ഒക്കെ ലാസ്റ്റ് പോർഷൻ കണ്ടില്ലേ. അപ്പോൾ ഡെഡ് സെൻറ്ററിലെ ഒരു പോർഷനാണ് ഈ വരച്ചേക്കുന്നത്, ടെയിൽ സ്റ്റോക്ക് ഡെഡ് സെൻറ്ററിൽ വരുന്നത്. അപ്പം ഇതിന് പ്രത്യേകിച്ച് റൊട്ടേറ്റിംഗ് എലമെൻറ്റ്സ് ഒന്നുമില്ല. ഓക്കെ, അതൊരു സ്റ്റേഷനറി ഫാക്ടർ അല്ലെങ്കിൽ സ്റ്റേഷനറി കമ്പോണൻ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് അതിനെ പറയുന്നത് ഡെഡ് സെൻറ്റർ. അപ്പോൾ അതുകൊണ്ടാണ് ലൈഫ് സെൻറ്റർ ഡെഡ് സെൻറ്റർ തമ്മിലുള്ള ഒരു വേരിയേഷൻ വരുന്നത്. അപ്പോൾ ലൈഫ് സെൻറ്റർ എന്ന് വെച്ചാൽ റൊട്ടേറ്റിംഗ് എലമെൻറ്റും മറ്റു ആ ഭാഗത്തായിട്ടുണ്ട്. സോ അത് ഇത് പിന്നെ ഹെഡ് സ്റ്റോക്ക് വരുന്നതാണ്. ഓക്കെ, ഈ ലൈഫ് സെൻറ്ററിൽ റൊട്ടേറ്റിംഗ് എലമെൻറ്റ്സ് ആയിട്ടുള്ള ചക്കും ഈ പറയുന്ന സ്പിൻഡിലും ഒക്കെ ഉണ്ട്. സോ അത് വരുന്നതാണ് ഏത് ഭാഗത്താണ്, ഹെഡ് സ്റ്റോക്ക്. സോ അതൊരു റൊട്ടേറ്റിംഗ് എലമെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് സോ അതിനെ പറയാൻ വരാണ് ലൈഫ് സെൻറ്റർ. തിരിച്ച് നമ്മൾ ഡെഡ് സെൻറ്റർ വരുമ്പോൾ ഏത് പോർഷൻ വരും, ടെയിൽ സ്റ്റോക്ക് ആണ്, വിച്ച് ഈസ് എ സ്റ്റേഷനറി എലമെൻറ്റ്. സോ അതുകൊണ്ടാണ് ഈ ഡെഡ് സെൻറ്റർ ലൈഫ് സെൻറ്ററുള്ള വേരിയേഷൻ അവിടെ വരിക. ഇനി അത് കഴിഞ്ഞിട്ട് പറയുന്നത് ക്യാരേജ്. ഈ ക്യാരേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റിയ ഒരു പോർഷൻ ഓഫ് ദ ലെയ്ത്ത് ബെഡ്. അപ്പോൾ അതിൻ്റെ 3 പാർട്സാണ്, അപ്രോൺ, ക്രോസ് സ്ലൈഡ് ആൻഡ് സാഡിൽ. അപ്പോൾ ക്രോസ് സ്ലൈഡ്സിനും സാഡിലും ഒക്കെ, സാഡിലൊക്കെ ഒരു എച്ച് ഷേപ്പ്ഡ് സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിന് ഫ്രീ മൂവ്മെന്റ് എന്ന് വെച്ചാൽ കാസ്റ്റേൺ പാർട്സ്, കാസ്റ്റേൺ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്സൊക്കെ ചെറിയ സബ് അസംബ്ലീസ് ആയിട്ട് ഇരിക്കുക. ഇതിൽ തന്നെ ടോപ്പിലൊക്കെ നമ്മൾ ടൂൾ പോസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ അസംബിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ നമുക്ക് ലെയ്ത്ത് ബെഡിൻ്റെ മേലെ കൂടെ ഇതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഹെവി സ്ട്രക്ചറിന്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു കോമ്പിനേഷൻ ഈ ക്യാരേജ്, മറ്റു പോളും ഈ അപ്രോണും ക്രോസ് സ്ലൈഡും മെക്കാനിക് സൈഡും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഇരിക്കും. സോ അതിനെ പറഞ്ഞ പേരാണ് ലെയ്ത്ത് ക്യാരേജ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ടെയിൽ സ്റ്റോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ ടെയിൽ സ്റ്റോക്ക് ഏത് ഭാഗത്താണ് ഇരിക്കുന്നത്, ഇറ്റ് ഈസ് ദ
ഇറ്റ് ഈസ് എ സ്റ്റേഷണറി എലമെൻറ്റ്. സോ ഇത് എന്താണ്? ദാറ്റ് ഈസ് നോൺ ആസ് ഡെഡ് സെൻറ്റർ. ഡെഡ് സെൻറ്റർ ഭാഗത്തായിട്ടിരിക്കുന്ന ടെയിൽ സ്റ്റോക്ക് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോറി, ഡെഡ് സെൻറ്ററിൻ്റെ പോർഷനിലാണ് ടെയിൽ സ്റ്റോക്ക്. അപ്പോൾ ടെയിൽ സ്റ്റോക്കിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷനായിട്ട് നമ്മൾ നേരിട്ട് പറയുന്ന പേരാണ് ഡെഡ് സെൻറ്റർ. കാരണം എന്താണ്? വിച്ച് ഈസ് സ്റ്റേഷണറി. അപ്പോൾ ടെയിൽ സ്റ്റോക്കിൻ്റെ പാർട്സ് ആയിട്ട് ഡെഡ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ടേപ്പറിനെ പേരാണ് മോഴ്സ് ടേപ്പർ. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഏത് ടേപ്പറാണ്? മോഴ്സ് ടേപ്പർ. അപ്പോൾ ഇതൊരു ഹാൻഡ് വീലുണ്ട്. ഹാൻഡ് വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ പീസിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. ചെയ്തിട്ടുള്ളവർക്ക് പരിചയം കാണും. പിന്നെ ഒരു ബാരലുണ്ട്, ഹാൻഡ് വീലുണ്ട്, ചെറിയ ബേസ് ഉണ്ട്. ഇതൊരു ചെറിയൊരു കാസ്റ്റ് സ്ട്രക്ചറാണ്, ഓർ ഇസ് മെയ്ഡ് ഓഫ് കാസ്റ്റ് ആണ്. ഒരു ചെറിയ സ്ട്രക്ചറാണ് ഇതിൽ ഉള്ളത്. നെക്സ്റ്റ് വെച്ചാൽ ആറാമത്തെ ഫീഡ് ഷാഫ്റ്റ്. ഈ ഫീഡ് ഷാഫ്റ്റാണ് നമ്മൾ ഫീഡിംഗ് മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ തിരിക്കും പവർ ട്രാൻസ്മിഷൻ, ആ ഹെവി സ്ട്രക്ചറൊക്കെ ഈ ഫീഡ് ഷാഫ്റ്റിൻ്റെ റൊട്ടേഷനിലാണ് അല്ലെങ്കിൽ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ആ ഒരു ബോട്ടം ഇതിലാണ് നമ്മൾ ഫീഡിങ് മെക്കാനിസം ഒക്കെ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ദ അലോയ് സ്റ്റീൽ. അത് മെഡിപ്പോഡിന് എന്താണ്? ഹൈ ക്വാളിറ്റി അലോയ് സ്റ്റീൽ വെച്ചാണ് നമ്മൾ ഫീഡ് ഷാഫ്റ്റ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ലീഡ് സ്ക്രൂ നോക്കിയേ. ഇപ്പോൾ ലീഡ് സ്ക്രൂ ത്രെഡ് കട്ടിങ്ങിനൊക്കെ എന്താണ് ഈ ഫീഡ് മോഷൻ കൊടുക്കുന്നത്? ഏതിലാണ്? ഫീഡ് ഷാഫ്റ്റാണ് ഈ ഫീഡിങ് മോഷൻ ഇതിൽ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ത്രെഡ് കട്ടിങ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫീഡിങ് മോഷൻ കൊടുക്കുന്നത് ലീഡ് സ്ക്രൂ വഴിയാണ്. ഇപ്പോൾ ലീഡ് സ്ക്രൂവിൽ കൊടുത്തിരുന്ന ത്രെഡിനെ പറയാൻ ആക്മേ ത്രെഡ്. നിങ്ങൾ പഠിച്ചുകൊണ്ട് ആക്മേ ത്രെഡിൻ്റെ ഡിസൈൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ? ദിസ് ഈസ് ദ സെക്ഷൻ ഓഫ് ആക്മേ ത്രെഡ്. ഓക്കെ, ഇത് നല്ല സ്ട്രെങ്ത് ആണ് മറ്റേ ത്രെഡിനെ കാട്ടി. ദിസ് ഈസ് നോൺ ആസ് ആക്മേ ത്രെഡ്. ഇതിനിടയ്ക്കുള്ള ഇൻക്ലൂഡ് ആംഗിൾ ഇതൊക്കെ പരിശോധിച്ച് ചോദിക്കുന്നത് എത്ര? 29 ഡിഗ്രിയാണ് ഇൻക്ലൂഡ് ആംഗിൾ ഓഫ് എന്ത്? ആക്മേ ത്രെഡ്. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ് ആക്മേ ത്രെഡിൻ്റെ കാര്യം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് വരുന്നതാണ് ലേത്തിൻ്റെ ചക്ക്. അപ്പം നേരത്തെ റൊട്ടേറ്റിംഗ് എലമെൻ്റ് ആണ് അല്ലെങ്കിൽ വിത്ത് സ്പിൻഡിൽ. അപ്പോൾ ചക്കിലാണ് നമ്മൾ ഈ പറയുന്നത് എന്ത്? വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അല്ലെങ്കിൽ വെച്ചിട്ട് ജാ ഇങ്ങനെ തിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചക്കിനെ നമ്മൾ ജോസിൻ്റെ ആ ഒരു പൊസിഷനും അലൈൻമെൻറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് പലതായിട്ട് തിരിക്കാം. ജായുടെ ഷേപ്പ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 4 ജാ ചക്ക് മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഈസ് ദ 4 ജാ ചക്ക് ആൻഡ് സെക്കൻഡ് ഈസ് ദ 3 ജാ ചക്ക്. നെക്സ്റ്റ് തേർഡ് ഈസ് ദ മാഗ്നറ്റിക് ചക്ക് ആൻഡ് ലാസ്റ്റ് ഈസ് ദ കോളക്ട് ചക്ക്. ഇങ്ങനെ 4 കാറ്റഗറിയാണുള്ളത്. ഇപ്പോൾ 3 ജാ 4 ജാ ചക്ക് 3 ജാ നമ്മൾ യൂഷ്വലി നമ്മൾ ലേത്തിലൊക്കെ കാണും. നമ്മുടെ വർക്ക്ഷോപ്പിലെ പ്രൊഡക്ഷൻ ഷോപ്പിലെ ലേത്തിലൊക്കെ നമ്മൾ കൂടുതൽ കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള 4 ജാ ചക്ക് ഓർ 3 ജാ ചക്കാണ് നമ്മൾ യൂഷ്വലി കാണുന്നത്. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 3 ജാ ചക്കിന് പ്രത്യേകത ഉണ്ട്. അതിൽ ഈ വർക്ക് പീസൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് പറ്റും. കാരണം എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ സെൽഫ് സെൻറ്ററിങ് ചക്കാണ്. ദാറ്റ് ഈസ് നോൺ എ സെൽഫ് സെൻറ്ററിങ് ചക്ക്. അപ്പോൾ ഒരു ഭാഗം തിരിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയിൽ അതനുസരിച്ച് അലൈൻമെൻറ്റ് ചെയ്തോളും. സോ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന മൾട്ടിസീനിലെ കട്ടിങ് പീസും മറ്റും വർക്ക് പീസും മറ്റും നമുക്കതിൽ വളരെ സുഗമമായി എന്ത് ചെയ്യാൻ പറ്റും? ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും ചക്കിൽ. ഓക്കെ, മറ്റേതിലൊക്കെ ചെയ്യുന്നത് നമുക്ക് സെൻറ്ററിങ് ഒക്കെ കാണാം. നിങ്ങൾക്ക് കണ്ടില്ലേ സെൻറ്ററിങ്? ഈ നമ്മൾ വർക്ക് പീസൊക്കെ വെച്ചിട്ടുള്ള സാധനമൊക്കെ വെച്ചിട്ട് ഹൈറ്റ് ഗേജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഈ ഹലങ്കി വെച്ചിട്ട് എല്ലാ ഇതും ജോസും അങ്ങ് ഫോർവേഡും ബാക്ക്വേഡും അലൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെൻറ്ററിങ് നടത്തിയിട്ട് വർക്ക് പീസ് കറക്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എക്സെൻട്രിക് മോഷൻ പോകും, കറക്റ്റ് റൗണ്ട് ഷേപ്പ് വർക്ക് പീസിന് കിട്ടത്തില്ല. അപ്പോൾ ആ ലെവൽ ചെയ്യുന്ന പ്രശ്നം പറയുമ്പോൾ സെൻറ്ററിങ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ 3 ജാ ചക്കിൽ ഈ വർക്ക് പീസ് അസംബ്ലി സുഖമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ സെൽഫ് സെൻറ്ററിങ് ചക്ക്, അല്ലെങ്കിൽ അതിന് ജനറലി പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ചക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വർക്ക് പീസ് അസംബിൾ ചെയ്യാൻ സുഖമായിട്ടുള്ള ഏത് ചക്കിലായിരിക്കും? ദാറ്റ് ഈസ് ദ 3 ജാ ചക്ക്. ഓക്കെ, അതിന് പ്രത്യേകത വെച്ചാൽ ദാറ്റ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ചക്ക്. പ്രത്യേകത എന്ന് വെച്ചാൽ സെൽഫ് സെൻറ്ററിങ് ചക്കാണ്. ഇനി നമ്മൾ 4 ജാ ചക്കുള്ള ലേത്തും ഉണ്ട്, അതും പല ടൈപ്സിൽ വരും. 4 ജാ ചക്കിന് പ്രത്യേകത വെച്ചാൽ ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഡിപെൻഡൻറ്റ് ജോ ചക്ക്. ഓരോ ജോസും അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പ്രത്യേകം തിരിക്കാം, അടുത്ത പ്രത്യേകം തിരിക്കാം. അങ്ങനെ 4 ജോസും പ്രത്യേകം തിരിക്കാം. മറ്റേ ഒരെണ്ണം തിരിച്ചു കഴിഞ്ഞാൽ ബാക്കി 2 അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതിനെ പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ജോ ചക്ക്. ഇതിൽ വർക്ക് പീസ് ഇത് പറഞ്ഞാൽ നമ്മൾ മൾട്ടിസിനെ വർക്ക് പീസ് പിടിപ്പിക്കാൻ കുറച്ച് പാടാണ്. കാരണം എല്ലാം പ്രത്യേകം അലൈൻ ചെയ്തിട്ട് സെൻറ്ററിങ് നടത്തിയിട്ട് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കറക്റ്റ് അലൈൻമെൻറ്റിൽ നമ്മൾ ഈ പറയുന്ന വർക്ക് പീസ് അതിൽ പിടിപ്പിക്കാൻ പറ്റും. അതാണ് എന്തൊരു ഇഷ്യൂ? ഈ പറയുന്ന 4 ജാ ചക്കിൻ്റെ ഇഷ്യൂ. സോ ഇറ്റ് ഈസ് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ജോ ചക്ക്. ഇനി പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ജാം കൂടെ എക്സ്ട്രാ ഉള്ളതുകൊണ്ട് എന്താണ്? മോർ ഗ്രിപ്പിംഗ് പവർ. എന്താണ് ഗ്രിപ്പിംഗ് പവർ? എന്താണ്? അതിന് കൂടുതലാണ്. അതാണ് അതിൻ്റെ മെയിൻ ഫീച്ചർ. അപ്പോൾ ഗ്രിപ്പിംഗ് പവർ കൂടുതലാണെന്ന് ചോദിച്ചത് ഏതിനായിരിക്കും? ദാറ്റ് ഈസ് 4 ജാ ചക്ക്. അറ്റ് ദ സെയിം ടൈം എന്താണ്? ഈ വർക്ക് പീസ് ഹോൾഡിംഗ് കപ്പാസിറ്റി, വർക്ക് പീസ് ഹോൾഡ് ചെയ്യാനുള്ള ഈസി കൂടുതലുള്ള ഏതിനാണ്? ദാറ്റ് ഈസ് നോൺ ആസ് 3 ജാ ചക്ക്. അപ്പോൾ ഒരു പേര് വെക്കണേ, 3 ജാ യൂണിവേഴ്സൽ ചക്ക് എന്നറിയപ്പെടുന്നത് 3 ജാ ചക്ക്, ഇൻഡിപെൻഡൻറ്റ് ചക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? 4 ജാ ചക്ക്. അപ്പോൾ അതാണ് അതിൻ്റെ വേരിയേഷൻ. ലാസ്റ്റുള്ളത് മാഗ്നറ്റിക് ചക്ക് ആൻഡ് കോളക്ട് ചക്ക്. എന്താണ് മാഗ്നറ്റിക് ചക്ക്? ഈ മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിസിൻ്റെ ഒരു
സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് കൊടുത്തുകൊണ്ട് നമുക്കറിയാം മാഗ്നറ്റ് കയറി പിടിക്കുന്ന ഒരു അട്രാക്ഷൻ, ആ ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് നോൺ എസ് മാഗ്നറ്റിക് ചെക്ക്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഫോഴ്സും വർക്ക് പീസ് ഈസി ആയിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് നോൺ എസ് മാഗ്നറ്റിക് ചെക്ക്. ഈ കോളക്ട് ചെക്ക് എന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള ചക്കാണ്. അതിന് പ്രത്യേകം എന്ന് വെച്ചാൽ ലെസ് ദാൻ 25 mm താഴെ 25 mm താഴെ ഡയമീറ്ററുള്ള വർക്ക് പീസസ്. ഓക്കെ, 25 mm നമ്മൾ എത്ര 2.5 cm ഡയമീറ്റർ. അപ്പോൾ ഇത് കുറച്ചും കൂടിയൊക്കെ ആയിട്ടുള്ള ചെറിയ ഡയമീറ്റർ വർക്ക് പീസസ് ഹോൾഡ് ചെയ്യാനായിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ചക്കാണ് ഈ പറയുന്ന കോളക്ട് ചക്ക്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ചക്കിൻ്റെ ഭാഗത്തായിട്ട് വരുന്നത്. ബാക്കി ലേത്തിൻ്റെ പാർട്സൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാര്യങ്ങളൊന്ന് ബേസ് ആക്കി വെക്കുക. എന്നിട്ട് ആ ഫിഗറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അടിസ്ഥാന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ച് വെക്കുക. അപ്പോൾ എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരത്തിലുള്ള ടോപ്പിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതൊക്കെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് സൈഡാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലെയ്ത്ത് ഓപ്പറേഷൻസെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ലെയ്ത്തിൻ്റെ പാർട്സും അതിൻ്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏറ്റവും ഫണ്ടമെൻ്റലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇവിടെ ലെയ്ത്ത് ഓപ്പറേഷൻസ് ആണ്. നമ്മൾ ലെയ്ത്തിൽ നമ്മൾ മെഷീൻ ഷോപ്പിൽ നമ്മൾ യൂഷ്വലി നമ്മൾ വർക്ക് പീസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറയുന്ന ചക്കിൽ ഹോൾഡ് ചെയ്ത് എന്നിട്ട് ടൂൾ പോസ്റ്റിൽ കട്ടിങ്ങിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മെല്ലെ എന്ത് ചെയ്യും, ചെറിയ ഫീഡ് കൊടുത്തിട്ട് റഫായിട്ടുള്ള ആദ്യം ഒരു തുരുമ്പൊക്കെ പിടിച്ച കൊറോഷനൊക്കെ വെച്ചൊരു റഫ് സർഫസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ സ്മൂത്തായിട്ട് എന്ത് ചെയ്യും, മെല്ലെ ഫീഡ് കൊടുക്കുമ്പോൾ ചെറിയ ചിപ്പായിട്ട് ഈ ഔട്ടർ ലെയർ എന്ത് ചെയ്യും, മറ്റേ ഇളകി പോകും. അപ്പോൾ നല്ല ക്ലീൻ, നല്ല തിളക്കം അല്ലേ, നല്ല കുറച്ചും കൂടി ഗ്ലിറ്ററിങ് സ്മൂത്ത് ഫിനിഷിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നല്ല ഗ്ലോസി ഷേപ്പിൽ നല്ല ഫിനിഷിൽ കിട്ടും നമ്മുടെ വർക്ക് പീസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓപ്പറേഷൻ നമുക്ക് ലേറ്റ് ചെയ്യാം, ഒരുപാട് ഓപ്പറേഷൻ ചെയ്യാം. നമുക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെഷീനിങ് ഓപ്പറേഷൻസ് ഈ സിംഗിൾ പോയിന്റ് കട്ടിന് വിളിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ലേത്തിന് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന HS എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ യൂസ് ചെയ്യുന്ന സിംഗിൾ പോയിന്റ് കട്ടിന് വിളാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് എന്ന് വെച്ചാൽ ചാഫറിങ്. ഓക്കെ, ചാഫറിങ്ങിൻ്റെ പ്രോസസ് എന്ന് വെച്ചാൽ ഇൻ ദ മെഷീനിങ് പ്രോസസ് ഡ്യൂറിങ് വിച്ച് ഫോമിങ് എ ബിവൽഡ് എഡ്ജ് വർക്ക് പീസിൻ്റെ അറ്റത്തായിട്ട് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യുക, എ ബിവൽഡ് എഡ്ജ്. കണ്ടോ, ഇവിടെ ഒരു ബിവൽഡ് എഡ്ജ് കാണുന്നുണ്ട്. ഇതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നീ ചെത്തി കണ്ടിട്ട് ഒരു ബിവൽഡ് എഡ്ജ് ഫോം ചെയ്യും. ഇതിനെ പറഞ്ഞ പേരാണ് ചാഫറിങ്. അപ്പോൾ എൻ്റെ പത്ത് വെച്ചാൽ ഗുഡ് അപ്പിയറൻസ്, അതായത് സ്മാൾ ബർസൊക്കെ എഡ്ജ് കാണും, വക്കൊക്കെ എഡ്ജ് ഷാർപ്പായിട്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആ ഒരു ഷാർപ്പ് പോർഷനൊന്ന് ചെറുതായിട്ടൊന്ന് ടൂൾ പിടിച്ച് കഴിഞ്ഞാൽ അതങ്ങ് ചെത്തി അങ്ങ് പോകും. ദാറ്റ് ഈസ് നോൺ എസ് എന്താണ്, chamfering or formation of a beveled edge at the top edge of the workpiece. അപ്പോൾ പിന്നെ വേറെ പാർട്ടായിട്ട് അസംബിൾ ചെയ്ത് കയറ്റാനും ഒക്കെ ഒരു പർപ്പസിനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഈ തരത്തിലുള്ള ചാഫറിങ് ഓപ്പറേഷൻ യൂസ് ചെയ്യാറുണ്ട്. ശ്രദ്ധിക്കുക, വക്കൊന്ന് 45 ഡിഗ്രി ചെത്തിയും കളയുക. അപ്പോൾ ദാറ്റ് ഈസ് എ പ്രോസസിങ്, ദാറ്റ് ഈസ് നോൺ എസ് എന്താണ്, ചാംഫറിങ്. ഓക്കെ, നമ്മൾ മെല്ലെ കട്ടിങ് ടൂൾ കൊടുത്ത് മെല്ലെ ഫീഡ് കൊടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കും, ഇങ്ങനെ കൊണ്ട് അടിച്ച് മതി. കാരണം നമ്മൾ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുമല്ലേ, അപ്പോൾ ആൾറെഡി എന്ത് ചെയ്ത് പൊക്കോളും, അത് റിമൂവ് ചെയ്ത് പൊക്കോളും. ബർസും മറ്റു കാര്യങ്ങളൊക്കെ ആ ഷാർപ്പ് പോയിന്റിലിരിക്കുന്ന റിമൂവ് ചെയ്യാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ചാഫറിങ് ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ സെൻട്രൽ ഡ്രില്ലിംഗ് ആണ്. സെൻട്രൽ ഡ്രില്ലിംഗ് എന്ന് വെച്ചാൽ എന്തുവാ, പ്രോസസ് ഓഫ് മേക്കിംഗ് എ സെൻട്രൽ ഡ്രില്ലിംഗ് സെൻട്രൽ ഹോൾ ആൻഡ് എ കൗണ്ടർ സിംഗിങ് ഹോൾ മേക്കിംഗ് പ്രോസസ്സ്. അതിനെ പറയുന്ന പേരാണ് സെൻട്രൽ ഡ്രില്ലിംഗ്. അപ്പോൾ സെൻട്രലിന് ചെറിയ ടൂളുണ്ട്, അത് നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്യും, മെല്ലെ ഇതിലേക്ക് കുത്തി മെല്ലെ ചെറിയ രീതിയിൽ ഒന്ന് ചെറിയ ഡെപ്ത് കൊടുക്കും. ഇപ്പോൾ സെൻട്രൽ ഡ്രില്ലിംഗ്. ഓക്കെ, അപ്പോൾ ഇതിന് ഗുണമെന്ന് വെച്ചാൽ ഇതിലേക്ക് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ ടെയിൽ സ്റ്റോക്കിലെ ആ ഒരു ഡെഡ് സെൻറ്റർ ഇതിനകത്തോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഷാർപ്പ് അടിച്ച് ഇങ്ങനെ കുത്തി ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഗ്രൂവിനുമായിട്ടും ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്രദമാക്കാൻ പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് സെൻട്രൽ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ. ഇനി നെക്സ്റ്റ് ഈസ് ദ പാരലൽ ടേണിംഗ്. ഇപ്പോൾ പാരലൽ ടേണിംഗ് എന്ന് വെച്ചാൽ കട്ടിംഗ് ടൂൾ രണ്ട് ടൈപ്പ് ഞാൻ നേരത്തെ പഠിപ്പിച്ചതാണ്. ഓർത്തോഗണൽ കട്ടിംഗ് ഉണ്ട്, ഒബ്ലിക് കട്ടിംഗ് ഉണ്ട്. ഈ പാരലൽ ടേണിങ്ങിൽ കട്ടിംഗ് ടൂൾ പർട്ടിക്കുലർ സെറ്റ് ചെയ്തിട്ട് ഇതിനെന്ത് ചെയ്യണം, മെല്ലെ ഒരു പർട്ടിക്കുലർ ഡെപ്തിൽ ഫീഡ് കൊടുത്തിട്ട് കണ്ടോ, ആക്ച്വലി ഡയമീറ്റർ ഇതാണ് കണ്ടോ, നമ്മൾ ഇത്ര ഡെപ്ത് ഫീഡ് കൊടുത്തിട്ടുണ്ടോ, വർക്ക് പീസ് ടൂൾ ഇങ്ങനെ മൂവ് ചെയ്യും കണ്ടോ, ഇത്ര ഡെപ്തിൽ എന്ത് പോയി, മെറ്റീരിയൽ റിമൂവ് ചെയ്തു. ടോട്ടൽ ഡയമീറ്റർ D ആണ്, നെക്സ്റ്റ് ഡയമീറ്റർ എത്ര ആയിട്ട് പറഞ്ഞ് ചെറിയ D ആയിട്ട് കൊണ്ടു. ഇത്രയും ഡെപ്ത് കൊടുത്ത് നമ്മൾ പോയി. ദാറ്റ് ഈസ് നോൺ ആസ് പാരലൽ ടേണിങ്. കുറച്ച് മെറ്റീരിയൽ റിമൂവ് ചെയ്യാനുള്ള ഫിനിഷിംഗ് ഓപ്പറേഷനിലേക്ക് ചെയ്യുക. ദാറ്റ് ഈസ് നോൺ ആസ് പാരലൽ ടേണിങ്. ഫേസിംഗ് ഓപ്പറേഷൻ തന്നെ കുറച്ചും കൂടി ഡെപ്ത് കൊടുത്തിട്ട് ആ വർക്ക് പീസ് നമ്മൾ റിമൂവ് ചെയ്യുക. ദാറ്റ് ഈസ് നോൺ ആസ് പാരലൽ ടേണിംഗ് പ്രോസസ്. ടേണിംഗ് ഓപ്പറേഷൻ നമ്മൾ കൂടുതലായിട്ട് സിമ്പിൾ ഒരു വർക്കിംഗ് ഓപ്പറേഷൻ നമ്മൾ ഏതിലൊക്കെ കൊടുക്കുന്നത്. ഇനി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് നർലിംഗ് പ്രോസസ്സ്.
എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളൊരു ഡയമണ്ട് ഷേപ്ഡ് ഇംപ്രഷൻ ഫോമിങ് ഓൺ ദ വർക്ക് പീസ്. അപ്പോൾ നിങ്ങൾ ഏത് വർക്ക് പീസ് ഇതുപോലെ പീസ് നിങ്ങൾ നള്ളിങ്, ബോൾ ട്രെയിനിങ്, ടേപ്പർ ട്രെയിനിങ്, അതുപോലെ തന്നെ ഫേസിങ് ഓപ്പറേഷൻ എല്ലാം ഒറ്റ സിംഗിൾ വർക്ക് പീസിൽ ഈ കോളേജുകൾ ചെയ്ത് പരിചയമുള്ളവരാണ് മിക്ക ആൾക്കാരും, ചെയ്തവർക്ക് അറിയാം. അപ്പോൾ ഈ നള്ളിങ് പ്രോസസ് എന്ന് വെച്ചാൽ മേക്കിംഗ് എ ഡയമണ്ട് ഷേപ്ഡ് ഇംപ്രഷൻ ഓൺ ദ വർക്ക് പീസ്. എന്താണ്? ഫോർ പ്രൊവൈഡിങ് ഗുഡ് അപ്പിയറൻസ് ആൻഡ് ആൾസോ പ്രൊവൈഡിങ് ഗ്രിപ്പ്. നിങ്ങൾ കണ്ടില്ലേ ഈ സ്ക്രൂ ഗേജിൻ്റെ അല്ലെങ്കിൽ മൈക്രോമീറ്റർ ടോപ്പിലൊക്കെ നമ്മളിങ്ങനെ തിരിക്കുന്ന ആ ചെറിയ വക്കിലുള്ള ചെറിയ സാധനം, ബാരലോലിൻ്റെ ഇപ്പുറത്ത് ഇരിക്കുന്നത്. സോ അതൊക്കെ ചെറിയ ഗ്രിപ്പുണ്ട്, അതിലൊക്കെ ഈ നള്ളഡ് ഡിസൈൻ അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പറേഷൻ പറയാൻ വേണ്ടി നള്ളിങ് ടു മേക്കിംഗ് എന്താണ് ഡയമണ്ട് ഷേപ്ഡ് ഇംപ്രഷൻ ഓൺ ദ വർക്ക് പീസ്, അതിനെ പറയാനാണ് നള്ളിങ്. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ പ്രൊവൈഡിങ് ഗുഡ് അപ്പിയറൻസ്. അതെന്ത് ചെയ്യുന്നു? ഗുഡ് അപ്പിയറൻസിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഗ്രിപ്പിംഗ് പവറിൻ്റെ റിക്വയർമെൻറ്റ് എവിടെയെങ്കിലും ഉണ്ട് വർക്ക് പീസിൽ, മെറ്റാലിക് വർക്ക് പീസിൽ ഗ്രിപ്പ് പവറിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഈ നള്ളിങ് ഓപ്പറേഷൻ അവിടെ ചെയ്യും. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ ടൂളുണ്ട്, നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു സാധനമുണ്ട്, ചെറിയ റോഡ് പോലെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക, നീളത്തിരിക്കുക. ഇത് നമ്മൾ ഈ കട്ടിങ് ടൂൾ ഇങ്ങനെ ടൂൾ ഹോൾഡർ പിടിപ്പിച്ചിട്ട് ഇതിങ്ങനെ കറങ്ങും. എന്നിട്ട് നമ്മൾ മെല്ലെ ചെറിയ ഡെപ്ത് കൊടുത്ത് ഇതിലിങ്ങനെ മുട്ടിക്കും. അപ്പോൾ ഇതിന് ആക്ച്വലി ഇതിലൊരു ഇംപ്രഷനുണ്ട്, ഈ ഡയമണ്ട് പോയിൻറ്റിൻ്റെ പ്രൊജക്ഷൻസ്. അതിങ്ങനെ പ്രസ് ചെയ്ത് കയറുമ്പോൾ ഇത് ഡക്റ്റൈലല്ലേ സാധനം, അതിങ്ങനെ തിമ്മലെ ഫോം ചെയ്യും. അതിനെ പറയുന്ന പേരാണ് നള്ളിങ് ഓപ്പറേഷൻ. ഓക്കെ, ഇത് നമ്മുടെ മെയിൻ സാധനം ടേപ്പർ ട്രെയിനിങ്. ഓക്കെ, ടേപ്പർ ട്രെയിനിങ്ങിന് പ്രത്യേകത എന്തുവാ? മേക്കിംഗ് എ ടേപ്പർ ഷേപ്പ്ഡ് സ്ട്രക്ചർ ഓൺ ദ വർക്ക് പീസ്. അതായത് നമ്മൾ ഫേസിങ് ഓപ്പറേഷൻ നടത്തിയിട്ട് ഒരു സർഫസ് ഫോം ചെയ്യും. അതെന്താണ്? ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. അത്തരത്തിലുള്ള സർഫസ് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ടേപ്പർ ട്രെയിനിങ് ഓപ്പറേഷൻ. ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോൾ ഇത് ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ഈ വർക്ക് പീസിൻ്റെ ഈ പോയിന്റ് പോകുന്നൊരു ആംഗിളുണ്ട്, ആൽഫ എന്ന് കൊടുക്കുക. ഇതിൻ്റെ ക്യാപിറ്റൽ ഡയമീറ്റർ, ഇതിൻ്റെ ഈ പാത ഡയമീറ്റർ ഡി, ഈ പാത ഡയമീറ്റർ എന്തോ ഡി, സ്മാൾ ഡി. അപ്പം രണ്ട് അറ്റത്തും ഉണ്ടാവും, ഡി ചെറുതായി കുറഞ്ഞ് ഇവിടെ നിന്ന് സ്മാൾ ഡി ആയിട്ട് മാറി. അതൊരു ടേപ്പർ ഫോം ചെയ്ത് ഒരു ആംഗിൾ ഉണ്ട് ആൽഫ. ഓക്കെ, അപ്പോൾ ഈ ടേപ്പറിൻ്റെ ലെങ്ത് എല്ലാം എടുക്കുക. ഓക്കെ, ഇതുകൂടെ വർക്ക് പീസിൻ്റെ ടോട്ടൽ ലെങ്ത് കാണും. അപ്പോൾ ഞാൻ വർക്ക് പീസ് വരച്ചേക്കുന്ന ഫോം ചെയ്യുന്ന ടേപ്പർ ഞാൻ കാണിച്ചത് ഞാൻ കുറച്ചുകൂടി എടുത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഡി എന്ന് വെച്ചാൽ ലാർജ് ഡയമീറ്റർ ഓഫ് ടേപ്പർ ആൻഡ് സ്മാൾ ഡി ഈസ് എ സ്മാൾ ഡയമീറ്റർ ഓഫ് ടേപ്പർ, എൽ ഈസ് എന്താണ് ലെങ്ത് ഓഫ് ദ ടേപ്പർ. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താണ് മേക്കിംഗ് എന്താണ് ഈ മെഷീനിങ് സർഫസസ്, അതായത് ഒരു കർവ്ഡ് ടേപ്പേർഡ് സർഫസസ് ഇൻ വിച്ച് എന്താണ് അതിൻ്റെ സർഫസ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ വിത്ത് ഇറ്റ്സ് ആക്സിസ്. ഓക്കെ, ആക്സിസുമായിട്ട് പർട്ടിക്കുലർ ആംഗിൾ ഉണ്ടാക്കുന്ന ഒരു സർഫസ് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടേപ്പർ ട്രെയിനിങ്. ഓക്കെ, ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൽഫ ആംഗിളിൽ സർഫസ് ആക്സിസുമായിട്ട് ഒരു ആംഗിൾ മേക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ടേപ്പർ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ടേപ്പർ, അല്ലെങ്കിൽ അതിൻ്റെ വേർഡ് പറ്റും കോണിസിറ്റി എന്ന് പറയും. ഇപ്പോൾ എമൗണ്ട് ഓഫ് ടേപ്പർ ഉണ്ടെങ്കിൽ ഇക്വേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി മൈനസ് സ്മാൾ ഡി ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത്. അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ടേപ്പറിൻ്റെ വേർഡ് പറയുന്നത് കോണിസിറ്റി എന്ന് പറയും. കോണിസിറ്റി നമുക്ക് ഇൻ ടൈംസ് ഓഫ് ടാൻ ആൽഫ പറയുമ്പോൾ എന്താണ്? ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ബൈ എൽ. അപ്പോൾ ടാൻ ആൽഫ എന്ന് വെച്ചാൽ കോണിസിറ്റിയാണ്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിച്ച് ഡിറ്റർമൈൻസ് ദ എന്താണ് എമൗണ്ട് ഓഫ് ടേപ്പർ, ദാറ്റ് ഈസ് നോൺ ആസ് കോണിസിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ പറഞ്ഞ ചാഫറിങ്, സെൻട്രൽ ഡ്രില്ലിങ്, ഈ പാരലൽ ട്രെയിനിങ്, നള്ളിങ്, ടേപ്പർ ട്രെയിനിങ് ആൻഡ് ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ പിന്നെ കുറച്ച് അഡ്വാൻസ് ഉണ്ട്, പാർട്ടിങ് ഓപ്പറേഷൻസ്, നെക്കിങ്, അതൊക്കെ ചെറിയ ടൂൾസ് വെച്ചിട്ട് ചെറിയ തുരന്നൊക്കെ വെക്കുന്ന ഇതുള്ള പ്രോസസ്സാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ പറയുന്ന ഈ ഒരു 3-4 പ്രോസസ്സാണ് നമ്മൾ ജനറലി യൂഷ്വലി ചെയ്യുക. അപ്പോൾ ഈ നള്ളിങ് ഒക്കെ എക്സാമിനൊക്കെ ചോദിക്കാൻ പറ്റിയതാണ്. നള്ളിങ് ഓപ്പറേഷൻ ഇൻ വിച്ച് ഓപ്ഷൻ എ അങ്ങനെ ഓരോന്നും പറയും. ഡയമണ്ട് ഷേപ്പ്ഡ് പാറ്റേൺ ഉണ്ടാക്കുന്നു, ഓപ്ഷൻ ബി, അങ്ങനെ സംതിങ് അതിൽ ചോദിക്കാം. പിന്നെ ഈ ടേപ്പർ ട്രെയിനിങ്ങിൻ്റെ ഇക്വേഷനും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ എക്സാമിന് പഠിച്ചിട്ട് പോകുക. ഓക്കെ.